നമസ്കാരം. നവകേരള ന്യൂസ് അയ്യൂർ. ആയൂരിൽ ജനകീയ കൂട്ടായ്മയുടെ കരുതലിൽ അരിഷ്ടക്കടകൾക്ക് കർശന നിയന്ത്രണങ്ങളുമായി ജനകീയ സമിതി. ആയൂർ മേഖലയിലെ അരിഷ്ടക്കടകളിൽ നടക്കുന്ന സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും അനാവശ്യ പ്രവണതകൾക്കെതിരെയും ശക്തമായ ഇടപെടലുമായി ജനകീയ സമിതി രംഗത്ത്. വ്യാപാരി വ്യവസായി സമിതി ആയൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷുക്കൂർ തോട്ടുങ്കരയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷം ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ വ്യാപാരി പ്രതിനിധികളും സംയുക്തമായി മേഖലയിലെ കടകളിൽ സന്ദർശനം നടത്തി. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ഇടമുളയ്ക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജു ആലുവിളയുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി പ്രവർത്തനം ആരംഭിച്ചത്. അരിഷ്ടക്കടകളിൽ എത്തുന്ന മദ്യപാനികളെയും സാമൂഹികവിരുദ്ധരെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിച്ചും കടയുടമകൾക്ക് കർശനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയുമാണ് സമിതി പ്രവർത്തനം നടത്തിയത്. പരിശോധന കർശനമാക്കും. പഞ്ചായത്ത് പ്രസിഡന്റ്. കടകളിൽ നടക്കുന്ന തെറ്റായ പ്രവണതകൾ വച്ചുപൊറുപ്പിക്കില്ലെന്ന് ഇടമുളയ്ക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജു ആലുവിള വ്യക്തമാക്കി. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത കടകൾക്കെതിരെ വരും ദിവസങ്ങളിൽ കർശനമായ പരിശോധനകൾ നടത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജനകീയ സമിതിയുടെ ഈ ഇടപെടൽ വരും ദിവസങ്ങളിലും തുടരുമെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എന്ത് നടപടിയും സ്വീകരിക്കുമെന്നും നേതാക്കളായ ഷുക്കൂർ തോട്ടുങ്കര, പ്രസാദ് കോടിയാട്ട്, രാഷ്ട്രീയ നേതാക്കളായ NR ഗോപൻ, വിജയകുമാർ എന്നിവർ കൂട്ടിച്ചേർത്തു. പങ്കെടുത്തവർ പഞ്ചായത്ത് മെമ്പർമാരായ ജ്യോതി വിശ്വനാഥ്, സുജ തോമസ്, അമ്പിളി, ലോഡിംഗ് തൊഴിലാളി പ്രതിനിധികളായ BMS ഗോകുലൻ, ബൈജു, വ്യാപാരി പ്രതിനിധികളായ മുഹമ്മദ് റിയാസ്, സുനിൽകുമാർ, നജീം, യൂസഫ്, ജയൻ, രേവതി തുടങ്ങിയവർ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രവർത്തനങ്ങളിൽ സഹകരിച്ച ജനപ്രതിനിധികൾക്കും ചുമട്ടുതൊഴിലാളി സുഹൃത്തുക്കൾക്കും രാഷ്ട്രീയ വ്യാപാരി പ്രതിനിധികൾക്കും ജനകീയ സമിതി നന്ദി അറിയിച്ചു. നാടിന്റെ നന്മക്കായി ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. നവകേരള ന്യൂസ് അയ്യൂർ. ഇതും മാറ്റണം. നമ്മുടെ രാത്രി തൂക്കുന്നവരാണ് അവിടെ കൊണ്ടുവരുന്നത്. രാത്രി ഒരാഴ്ചയിലൊരിക്കലൊക്കെ വന്ന റോഡ് ആളിൽ ഇവര് വെച്ചിരിക്കും. എവിടാ കുടിക്കുന്നത്? ഇത് ഗ്യാപ്പിട്, ക്ലിപ്പിടേ. ഇദ്ദേഹം പറയുന്ന ക്ലിപ്പിട്. എവിടെ നിന്നാ കുടിക്കുന്നത്? ബസ് സ്റ്റാൻഡിനകത്ത് നിന്നാ കുടിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളി. പ്രസിഡന്റ്, കുടിയന്മാരുടെ കേന്ദ്രം ഇതിനകം. അദ്ദേഹം പറയുന്ന ക്ലിപ്പാ കേട്ടോ. അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പുള്ളി ഒന്നും വിൽക്കുന്നതാണ്. സംഭവം ഒന്നും വിൽക്കരുത് കേട്ടോ. അപ്പൊ ഇതിനകത്താണ് കുടി. അദ്ദേഹം പറയുന്നത് 24 മണിക്കൂർ 12 മണിക്കൂർ ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നതാണ്. അപ്പൊ അതോ ഇരിക്കുന്നുണ്ടോ കുപ്പികളൊക്കെ ഇതെല്ലാം അടിക്കുന്ന ഈ സർവ്വ സാധനം അടിക്കുന്ന ഇതിനകത്ത്. ഒന്നുമില്ല, ഒരു ഇതില്ലായിരുന്നു അവിടെ. ഫാമിലി
ഇവിടെ ആളുകളെ പബ്ലിക്കായിട്ട് പറയരുതെന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളോട് സഹകരിക്കും. എനിക്കറിയാം. ഞങ്ങളോട് സഹകരിക്കും. ഒരുപാട് വലിയ അടുപ്പമുള്ളതാണ്, നല്ല ബന്ധമുള്ള ആളുകളാണ്. ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ചിലർ സൗന്ദര്യത്തിൽ ഉറച്ച് പോരാ, എന്താ പറയുന്നത്? ആയിക്കോട്ടെ, അദ്ദേഹം പിന്നെ പേര് ഇറങ്ങി വന്നല്ലോ. അതല്ലേ എന്നോട് കേട്ടില്ലേ, എന്നോട് പറയല്ലേ, ഞാൻ കേട്ടില്ലേ. നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾക്ക് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഡോക്ടറെ നമുക്ക് സമാധാനപരമായിട്ട് കാര്യം ആലോചിച്ച് നിങ്ങളോട് ഒരു ശത്രുത ഞങ്ങൾക്കില്ല. ഞങ്ങൾ എല്ലാവരെയും കൂടെ ഒരു ശത്രുതയില്ല. ഒരു സെക്കൻഡ് ഞങ്ങളെ ഒരു ജാഗ്രതാ സമിതി സാമൂഹിക നിങ്ങൾ കള്ളു കുടിക്കുന്നത് ഞങ്ങളെല്ലാം കുടിക്കാം. നിങ്ങളുടെ പൈസ കുടിച്ചിട്ട് ആയിരിക്കാം. ആയുരിൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം കൃത്യമായി ഞങ്ങൾ പഞ്ചായത്തിന്റെ ഞങ്ങൾ പ്രതിരോധിച്ചു. ദയവായി എന്റെ വിനോദം എടുക്കുന്നു. ദയവായി പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ അടിക്കാനോ പിടിക്കാനോ നിൽക്കുമല്ലോ. ആയുര് നിങ്ങളുടെ ഈ സംവിധാനം അവസാനിപ്പിച്ചേ പറ്റും. ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ ഞങ്ങൾ പോലീസിൽ നിങ്ങൾക്ക് താക്കീത് ഉൾപ്പെടെ അറിയിപ്പുണ്ടായിരുന്നു. നിങ്ങളുടെ കട മാത്രം എന്തിനാ പറയുന്നത്? അങ്ങനെയല്ലേ, നിങ്ങളുടെ കടയിൽ മാത്രം എന്തിനാ പറയുന്നത്? ഡോക്ടറെ എടുക്കല്ലേ, ഇതെടുക്കണം. ഇതെല്ലാം എന്റെ കടലിന്റെ കസ്റ്റമറാണ്. കൊടുത്ത അവരായിക്കോളൂ. തൊഴിലാളിയും എല്ലാം കൂടി ഒത്തൊരു നടത്തി ഈ ഒരു ശക്തമായ ഒരു നേരിൽ ശക്തമായ ഒരു പ്രതിരോധം ഉണ്ടാക്കാൻ കഴിയും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടിയുടെ ആദ്യഘട്ടം മീറ്റിംഗ് നടന്ന രണ്ടാമത്തെ ഘട്ടം ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ്. വന്നിട്ട് എല്ലാവർക്കും നമസ്കാരം. ഒരു വാക്ക് നമ്മുടെ പ്രസിഡന്റ് പറയുന്നതായി ജനതാ സമിതിയുടെ നേരത്തെ കൂടിയ മീറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡ്രൈവ് വെച്ചിരിക്കേണ്ടത്. നമ്മുടെ വ്യാപാരികൾ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, തൊഴിലാളികൾ, ബഹുജനങ്ങൾ എല്ലാവരും ചേർന്ന് ഈ അയ്യൂർ ടൗണിലൊന്ന് നിരീക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ശരി, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകും. എന്തായാലും ശരി, ഇന്നൊരു ഞായറാഴ്ച ഇത്തരം ആളുകളൊക്കെ ടൗണിൽ ഇറങ്ങുന്ന ദിവസമാണ്. അതൊന്ന് പരിശോധിച്ചിട്ട് തിരിച്ചു വരും.
നിങ്ങളെ വേറെ ഇതായിരിക്കല്ല ഇതും മാറ്റണം അതെല്ലാം എവിടെ താഴെയാണ് ചാല് പോലെ നമ്മുടെ രാത്രി തൂക്കുന്നവരാണ് അവിടെ കൊണ്ടുവരുന്നത് രാത്രി ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ വന്ന തൂക്ക് അതിനകത്ത് ആളിനെ ഇവര് വെച്ചിരിക്കുന്നു. ഇവിടെയാണ് പരിപാടി. ഇതാണ് കഴിക്കണ സ്ഥലം. ഇവിടെയാണ് സൗകര്യം. എടുത്തു സുജാമ്പറ ആ കടയിലെ കൊച്ചിഞ്ഞോട്ട് വരാൻ പറ. കുപ്പി തിരിച്ചു കൊടുത്താൽ ഒരു 5 രൂപ തിരിച്ചു മറയെടുത്ത് ഇതാരാ കുടിച്ചിട്ട് വെച്ചേക്ക് മറന്നുപോയി കുടിക്കാൻ. കാണാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജാഗ്രത സമിതി ഇവിടെ വന്നു. ചുമ്മാ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മറച്ചൊക്കെ കൊടുക്കുന്ന സാധനം. വേറെ ഒന്നും പേടിക്കണ്ട. മക്കളെ ഞാൻ ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലേ. ഇത് ആളുകളിൽ ഇരുന്ന് കുടിക്കാനുള്ള അല്ല. അതിന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഇതെല്ലാം നിങ്ങളുടെ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വരുന്ന അരിഷ്ടമാണോ? അവിടെ വിൽക്കുന്ന സാധനമാണോ? കുടജാതി അരിഷ്ടം ഈ കുപ്പി ഇവര് വീണ്ടും കൊണ്ടുപോയി ആ ബോട്ടിൽ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് വെക്കുക. നിങ്ങൾ കുപ്പി ഇടാനുള്ള ഈ ചാക്ക് ഇവിടെ വേറെ ആരും കാണാതിരിക്കാനുള്ള ഇത് പിന്നെ ലക്ഷങ്ങൾ കൊടുത്ത് ക്രിസ്തു കൊടുത്ത് മേടിക്കുന്ന ബാറിന് പോലും ഇത്രയും സൗകര്യം കൊടുക്കുന്നുണ്ട്. അതെ അവിടെ ഇരുന്നത് അല്ല ഇതിന്റെ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. അതിന്റെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ വരത്തില്ലേ? അപ്പൊ അത് അഴിച്ചു മാറ്റാൻ പറ്റും. അല്ല അവരഴിച്ചു മാറ്റാം. എവിടാ കുടിക്കുന്നത്? ഇത് ഗ്യാപ്പിട് ക്ലിപ്പിടേ. ഇദ്ദേഹം പറയുന്ന ക്ലിപ്പിട്. എവിടെ നിന്നാ കുടിക്കുന്നത്? ബസ് സ്റ്റാൻഡിനകത്ത് നിന്നാ കുടിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളി. പ്രസിഡന്റ് കുടിയന്മാരുടെ കേന്ദ്രം ഇതിനകം. അദ്ദേഹം പറയുന്ന ക്ലിപ്പാ കേട്ടോ. അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പുള്ളി ഒന്നും വിൽക്കുന്നതാണ്. സംഭവം ഒന്നും വിൽക്കരുത് കേട്ടോ. അപ്പൊ ഇതിനകത്താണ് കുടി. അദ്ദേഹം പറയുന്നത് 24 മണിക്കൂർ 12 മണിക്കൂർ ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നതാണ്. അപ്പൊ അതോ ഇരിക്കുന്നുണ്ടോ കുപ്പികളൊക്കെ ഇതെല്ലാം അടിക്കുന്ന ഈ സർവ്വ സാധനം അടിക്കുന്നത് ഇതിനകത്ത്.
ഒന്നുമില്ല, ഒരു ഇതില്ലായിരുന്നു അവിടെ. ഇവിടെ ആളുകളെ പബ്ലിക്കായിട്ട് പറയരുതെന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളോട് സഹകരിക്കും. ഞങ്ങളോട് സഹകരിക്കും. ഒരുപാട് വലിയ അടുപ്പമുള്ള ആളുകളാണ്, നല്ല ബന്ധമുള്ള ആളുകളാണ്. ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? എനിക്ക് പോരാ, അടുത്താ പറയുന്നത്. ആയിക്കോട്ടെ, അദ്ദേഹം പിന്നെ പേര് ഇറങ്ങി വന്നല്ലോ. അതല്ലേ എന്നോട് കേട്ടില്ലേ, എന്നോട് പറയല്ലേ, ഞാൻ കേട്ടില്ലേ. നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾക്ക് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഡോക്ടർ, നമുക്ക് സമാധാനപരമായിട്ട് കാര്യം ആലോചിച്ച്, നിങ്ങളോട് ഒരു ശത്രുത ഞങ്ങൾക്കില്ല. ഞങ്ങൾ എല്ലാവരെയും കൂടെ ഒരു ശത്രുതയില്ല. ഒരു സെക്കൻഡ് ഞങ്ങളെ ഒരു ജാഗ്രതാ സമിതി, സാമൂഹിക നിങ്ങൾ കള്ളു കുടിക്കുന്നത് ഞങ്ങൾ കുടിക്കാം. നിങ്ങളുടെ പൈസ കുടിച്ചിട്ട് ആയിരിക്കാം. ആയുരിൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം കൃത്യമായി ഞങ്ങൾ പഞ്ചായത്തിന്റെ ഞങ്ങൾ പ്രതിരോധിക്കും. ദയവായി വിനോദം എടുക്കുന്നത് ദയവായി പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ അടിക്കാനോ പിടിക്കാനോ നിൽക്കുമോ. ആയുര് നിങ്ങളുടെ ഈ സംവിധാനം അവസാനിപ്പിച്ചേ പറ്റും. ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ കൊണ്ടുവരുന്നത്. ഞങ്ങൾ നേരത്തെ പോലീസിൽ നിങ്ങൾക്ക് താക്കീത് ഉൾപ്പെടെ അറിയിപ്പുണ്ടായിരുന്നു. നിങ്ങളുടെ കട മാത്രം എന്തിനാ പറയുന്നത്? അങ്ങനെയല്ലേ, നിങ്ങളുടെ കടയിൽ മാത്രം എന്തിനാ പറയുന്നത്? ഡോക്ടറെ എടുക്കല്ലേ, ഇതെടുക്കണം. ഇതിവിടെ നിർത്തും. ഇതൊരു അരിഷ്ടകൾ കേട്ടോ. ഞങ്ങൾ വേറെന്താ അയാളെ പറയണ്ടേ? അയാളാണ് വേറെ പ്രസ്ഥാനങ്ങളുണ്ട്. ഇതെല്ലാം എന്റെ കടലിന്റെ കഷ്ടമാണ്. അവരയച്ചോളൂ.